ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇതിൻ്റെ പാർട്ടായിട്ട് ഒരു 3 പാർട്ട് ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സിംഗിൾ വാച്ചാണ് കേട്ടോ നമ്മളിന്ന് കാണാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഹൈപ്പും കൂടി ഒന്നും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് കഴുകി വെക്കണത്. പിന്നെ നമ്മളിത് ആ ചോറിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം ഒഴിച്ച് വെക്കും, എന്നിട്ടാണ് കഴുകിയിട്ട് നമ്മൾ ചോറ് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നല്ല മേടിച്ച അരിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞത് ചേട്ടന് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മില്ലറ്റിൻ്റെ കഞ്ഞിയാണ് ചേട്ടൻ കുടിക്കാറുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള അരി ഞാൻ വെള്ളത്തിലേക്ക് കുതിർത്തിയിടും കേട്ടോ. ഇതിപ്പോൾ കുതിർത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യം മുന്നേ വേറെ കുറേ ധാന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ 2 ധാന്യങ്ങൾ മാത്രമല്ല കേട്ടോ. അത് പെട്ടെന്ന് വേവുന്നുണ്ട്. എന്നാലും ഞാൻ ചിലപ്പോൾ മറന്നു പോവേ അത് ഇടുക വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ആ ഒരു പണി നേരത്തോടു കൂടി തന്നെ ചെയ്ത് വെക്കും കേട്ടോ. അത് 2-3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ ഞാൻ. പിന്നെ നമ്മുടെ അരി ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുക്കറിലാണ് കേട്ടോ വെക്കണത്. അപ്പോൾ കുക്കറിലേക്ക് അരിയൊക്കെ ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വിസിൽ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഉച്ചയ്ക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കോവയ്ക്കാണ് കേട്ടോ. അതും പിന്നെ കുറച്ച് വെണ്ടയ്ക്ക നമ്മളെ വീട്ടിലിരുന്നിരുന്നു. അതും കൂടി എടുത്തിട്ടാണ് നമ്മളിന്ന് ഉപ്പേരി ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജലദോഷം എന്ന് പറയുകയാണെങ്കിൽ തുമ്മലാണ് കാര്യമായിട്ടുള്ളത് കേട്ടോ. തുമ്മി ഒരു വിധാവും. പിന്നെ ചെവി കുത്തും ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ചെവി ഭയങ്കരമായിട്ട് കുത്തലും കടച്ചിലൊക്കെ ഉണ്ട്. ഒരു ഭാഗം പോയിട്ടിരിക്കുകയാണ്, ഒരു ഭാഗം കേൾക്കാനേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ദിവസമായിട്ടാ ഇങ്ങനെ ഒരു എന്താ പറയുക, ചെവിക്കൊരു അപാകത വന്നു തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ വരണതാണ് കേട്ടോ. കണ്ണി കണ്ട സാധനങ്ങളൊക്കെ ഇട്ട് ഇളക്കിയിട്ടേ അങ്ങനെ വരണതാണ്, ഇൻഫെക്ഷൻ വരണതാണ്. പക്ഷെ അത് മാറും എന്ന് വിചാരിച്ചിട്ട് മരുന്നൊക്കെ ഒഴിച്ച് നോക്കി, പക്ഷെ മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആ ഒരു വേദന. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ചു കേട്ടോ. ഇപ്പോൾ ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിയാണ് കേട്ടോ. നമ്മളെ കട്ടിംഗ് ബോർഡൊക്കെ നാശമായി. ഇപ്പോൾ ഏതോ പണ്ട് മേടിച്ചിട്ടുണ്ടാകുന്ന ഒരു കട്ടിംഗ് ബോർഡ് ഉപേക്ഷിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ അരിയണത്. എന്തായാലും നമ്മൾക്ക് പുതിയൊരു ബോർഡ് നമ്മൾക്ക് മേടിക്കണം ഓൺലൈനിൽ നിന്ന്. അപ്പോൾ അതാണ്ടില്ലേ, നല്ല മൂർച്ചുള്ള ഒരു കത്തിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം മുൻപ് കൈ മുറിഞ്ഞതാണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പാകില്ല, നല്ല വേദന ഉണ്ട്. കൈ മുറിഞ്ഞെന്ന് വെച്ചിട്ടില്ലേ, ഉള്ളി തൊലി പൊളിക്കുമ്പോൾ വെറുതെ ഒന്ന് പ്രസ് ചെയ്താണ് കേട്ടോ. അത്രയും മൂർച്ചുള്ള കത്തിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറഞ്ഞു മേടിച്ചൊരു കത്തിയാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക പേരൊക്കെ ഉണ്ട്, ഞാൻ മറന്നു. അപ്പോൾ ആ ഒരു കത്തി ഞാൻ എന്താ പറയുക, ഞാനത് ഈ കത്തികളൊക്കെ വെക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുക. കാരണം നല്ല മൂർച്ചയാണ്. അപ്പോൾ എല്ലാവരും എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. പിള്ളേരൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കൈ മുറിയും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എടുത്തിട്ട് കണ്ണി കണ്ടതൊക്കെ ഉടച്ച് കഴിഞ്ഞാൽ മൂർച്ചയൊക്കെ പോകുന്ന വെച്ച് ഞാൻ അങ്ങനെ സൂക്ഷിച്ചിട്ടാണ് ആ ഒരു കത്തി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിസിൽ വന്നതിന് ശേഷം ആ ഒരു പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒന്നും കൂടിയും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഊറ്റിയെടുക്കാനൊന്നും ഇല്ലാത്ത കാരണം ഇന്ന് ഞാനിങ്ങനെ ആ ഒരു വാര വയ്ക്കണ കൊട്ടയിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഊറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് വലിയ താല്പര്യം തോന്നിയില്ല. അങ്ങനെ ഊറ്റി എടുക്കുമ്പോഴാണ് അതിൻ്റെ എന്താ പറയുക, പശപ്പൊക്കെ പോണ പോലെയൊക്കെ തോന്നുന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെയൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിൻ്റെ ഈ ഒട്ടൽ പോലത്തെ സംഭവമൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. നല്ല ചോറായിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കുന്ന ചോറ് പോലെയൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം എനിക്കിതുവരെ യാതൊരു പ്രശ്നം പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, അതായത് ഇപ്പോൾ 2-3 പ്രാവശ്യമായി, ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ കുക്കറിലാണ് വെക്കണത്. അപ്പോൾ ഇതിന് മുൻപ് ഒരു ദിവസം അങ്ങനെ വെച്ചോ നോക്കി. അപ്പോൾ അത് സക്സസ് ആയിട്ടാ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഒരു കുക്കറിൽ തന്നെയാണ് വെക്കുക. കാരണം അടുപ്പത്ത് വെറുതെ കലം കയറ്റി വെച്ച് അതിന് കുറേ വിറക് കളഞ്ഞ് പിന്നെ ആ കലം കഴുകാനായിട്ട് സമയം കുറേ കളയും വേണം, കരി പിടിച്ചത് നേരമില്ലാത്തടത്ത്. അപ്പോൾ ഏതായാലും ചോറിന് വലിയ ചിലവൊന്നുമില്ല. പിള്ളേർ രാവിലെ എന്താ പറയുക, രാവിലത്തെ കടിയൊക്കെയാണ് ലച്ചുവിന് ഇഷ്ടം. പിന്നെ സ്കൂളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക അവർ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കുള്ളൂ. ചേട്ടനാണെങ്കിൽ മില്ലറ്റ് റൈസ് കഴിക്കുകയും ചെയ്യും. പിന്നെ രാത്രിക്ക് കടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് ചോറിന് വലിയ ചിലവില്ലാത്ത കാരണം ഇപ്പോൾ കുക്കറിൽ വെക്കാമെന്ന് അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇനി ഒരു റൈസ് കുക്കറൊക്കെ വാങ്ങണം, ചെറുത്. കുറച്ച് ഗ്യാസിന് ചിലവുണ്ടേ. അപ്പോൾ അങ്ങനെ പുറത്ത് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അച്ഛനും അമ്മയൊക്കെ ഒരു ചായയൊക്കെ കുടിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു പനിയൊക്കെയാണ്, എല്ലാവർക്കും ജലദോഷവും പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു സാധനങ്ങളൊക്കെ വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുക്ക് കാപ്പിയുടെ ഒരു ചായപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് അവരൊക്കെ ഉണ്ടാക്കി കുടിക്കുകയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഉപ്പേരിയൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ നാത്തൂൻ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഓണത്തിന് അവർ കുത്താമ്പുള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ സെറ്റ് സാരിയൊക്കെ മേടിക്കാനായിട്ടേ അവരൊരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഒരു സെറ്റ് മുണ്ടെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമ്മുടെ ഉപ്പേരി വെക്കണേൽ നമ്മുടെ കോവയ്ക്ക ഇടുന്നതൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ കോവയ്ക്ക് ഇങ്ങനെ വാട്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായി മൊരിയിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയമൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഒരുവിധമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തലേദിവസത്തെ മീൻ കറി ഉണ്ട് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. പിന്നെ ഇതാ കുറച്ച് പലിമി ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ച് കുറവുള്ളൂ. അപ്പോൾ അതിലേക്ക് 2 മുട്ടയും കൂടി ഇട്ടിട്ട് ചിക്കി പൊരിച്ചെടുക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ തലേദിവസം വാങ്ങിയതായിരുന്നു കേട്ടോ ചാള. അതിൽ കുറച്ച് പലിമീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീകുട്ടനാണ് ഇഷ്ടം, ലച്ചൂര് പിന്നെ മീനേ ഇഷ്ടമല്ല. അപ്പോൾ ശ്രീകുട്ടൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവന് വേണ്ടാന്ന്. പലിമ ഇഷ്ടമില്ലാത്ത പിള്ളേരുണ്ടാവുമോ എന്ന് ഞാൻ ആലോചിക്കണേ. എനിക്കൊക്കെ അത് ഭയങ്കര ജീവനാണ്. അതിലാ ഒരു മുട്ട പോലത്തെ സംഭവം ഉണ്ടല്ലേ, അതൊക്കെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതാ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അച്ഛനും അമ്മയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇത് തികയില്ലല്ലോ. അപ്പോൾ ഞാനിതാ 2 മുട്ട ഇരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ അവസാനിച്ചു കേട്ടോ. കാരണം നമ്മുടെ കോഴികളൊക്കെ ഇനിയിപ്പോൾ ഇല്ല. നമ്മുടെ നായ കയറിയിട്ടേ എല്ലാ കോഴികളെയും വെടുപ്പാക്കി. 2-3 പ്രാവശ്യമായിട്ട് വലയൊക്കെ ഇട്ട് കെട്ടിയ കൂടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് 5-6 നായ രാത്രിയിലും ഉച്ചയ്ക്കൊക്കെ നമ്മളവിടെ ആളില്ലാത്ത സമയത്ത് വന്നിട്ട് അവരതിനെയൊക്കെ വെടുപ്പാക്കിയത് കൊണ്ട് നമ്മളെ നാടൻ മുട്ട ഇനി അവസാനിച്ചു. അപ്പോൾ അവസാനത്തെ 2 മുട്ട ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് പലിമീനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ കണ്ടു കഴിഞ്ഞത് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, മുട്ട പോലത്തെ സംഭവമാണ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മുന്നൊക്കെ ചേട്ടൻ ഇതേ കുന്നംകുളത്ത് പോയിട്ട് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് ചാളയുടെ പലിമീൻ മാത്രമായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതങ്ങനെ കുറേ വാങ്ങിച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വറുക്കും, കുറച്ച് ഇതേപോലെ മുട്ടയൊക്കെ ആയിട്ട് ഉണ്ടാക്കും. ഇപ്പം അങ്ങനെ പോക്കും വരവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചാളയൊക്കെ മേടിക്കുമ്പോഴാണ് കുറച്ച് മുട്ടയൊക്കെ കിട്ടുക. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചിക്കി പൊരിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തത് അച്ഛനും ഒക്കെ അങ്ങോട്ട് നടക്കണമൊക്കെ ഉണ്ടേ. അപ്പോൾ അവരിതാ കാണണ്ടാന്നാണ് നോക്കണത്. ഈ ക്യാമറയും വെച്ചിട്ട് ഞാൻ എന്തായി അഭ്യാസം കാണിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് നോക്കുക അവർ. അതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ മഴ വരുന്നതിന് മുമ്പായിട്ട് അതൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അതൊക്കെ ഞാൻ വൈകുന്നേരമാണ് പിള്ളേർ സ്കൂളിൽ പോയി വന്ന ആ ഒരു യൂണിഫോമും കൂടി കഴുകിയിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് കഴുകാറുള്ളത്. പിന്നെ കുറേ തുണികളുണ്ടെങ്കിൽ രാവിലെ തന്നെ ചായയോടി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു പണിക്ക് നിൽക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു മഴയുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയാണ് തുണികളൊക്കെ കഴുകിയിടുക കേട്ടോ. അങ്ങനെ 4 മണിയായിട്ടുണ്ട്, പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ മിട്ടയം പരീക്ഷയുടെ പേപ്പർ കിട്ടിയിട്ടുണ്ട് ലച്ചുവിന്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. എല്ലാത്തിലും അത്യാവശ്യം മാർക്കുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു സന്തോഷത്തിലെല്ലാം ഇങ്ങനെ കാണിച്ചു തരണത്. അപ്പോൾ അവൾക്ക് ഗ്രേഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു തന്നിട്ട് അച്ഛനും ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അവള്. അങ്ങനെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ ഞാൻ വെക്കുകയാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മേലെ എഴുതാൻ പറയാറുണ്ട്. അപ്പം ഇന്ന് റോബസ്റ്റ് പഴമൊക്കെ വന്ന് ഞെക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അപ്പോൾ അത് പഴുത്തത് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ആൾ പോണത്. പിന്നെ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.